ബാക്ക് മസിൽ വർക്കൗട്ടിന്റെ കാര്യം വരുമ്പോൾ പലരും പറയും ഏത് റോ ആയാലും എന്താ എല്ലാം ബാക്കിനല്ലേ. തെറ്റാണ്. ഏതാനും ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ വേറെ ഏതോ മസിലായിരിക്കും പണിയെടുക്കുന്നത്. ഇങ്ങ് വന്നേ, ക്ലിയർ ആയി കാണിച്ചു തരാം. ദാ ഈ ചെയ്യുന്ന റോ നോക്കൂ. നെഞ്ചിന്റെ ഭാഗത്തേക്കാണ് വലിക്കുന്നത്. എൽബോയും ഷോൾഡർ ബ്ലേഡുകളും ഒരൽപ്പം പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ലോഡ് വരുന്നത് ട്രാപ്സിനും റോംബോയിഡ്സിനും റെയിൽസിനുമാണ്, അതായത് അപ്പർ ബാക്കിന്. നല്ല തിക്കായ കൊത്തിയെടുത്ത അപ്പർ ബാക്ക് വേണോ എങ്കിൽ ഇങ്ങനെയാണ് റോ ചെയ്യേണ്ടത്. ഇനി ഈ റോ നോക്കൂ. ഇവിടെ വയറിന്റെ ഭാഗത്തേക്കാണ് വലിക്കുന്നത്. എൽബോ ശരീരത്തോട് അടുത്താണ് ഇരിക്കുന്നത്. ഇവിടെ ടെൻഷൻ മുഴുവനും ലാറ്റ്സ് മസിലുകളിലേക്കാണ്. അപ്പോൾ റിസൾട്ടോ ഡീപ്പായ കൺട്രാക്ഷൻ, കൂടുതൽ ലാറ്റ്സ് വിഡ്ത്ത്. ലാറ്റ്സ് ഒക്കെ വിരിഞ്ഞ് വി ഷേപ്പിലാവണമെങ്കിൽ ഇങ്ങനെയാണ് റോ ചെയ്യേണ്ടത്. ഒരിക്കലും ഈ ടെക്നിക്ക് പിടികിട്ടിയാൽ പിന്നെ നമ്മുടെ ഗോൾ എന്താണോ അതിനനുസരിച്ച് ഇത് വേണ്ടപ്പോഴൊക്കെ ഉപയോഗിക്കാം. അതായത് നമ്മുടെ ബാക്ക് വർക്കൗട്ടൊക്കെ 100 ടൈംസ് കൂടുതൽ എഫക്റ്റീവായി എന്ന്. ഹാപ്പി ആയില്ലേ? എങ്കിൽ വീഡിയോ സേവ് ചെയ്തിട്ട് നിങ്ങളുടെ ജിം ഫ്രണ്ടിന് ഷെയർ ചെയ്തോളൂ. അവരുടെ ബാക്ക് ഉഷാറാവട്ടേന്നേ.